ഇത് കുടിച്ചാൽ എത്ര നേരം കൊണ്ട് ഞാൻ മരിക്കും? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ആ വിളി കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. ഇതിൽ 2 ബുള്ളറ്റ്സ് ആണ്. എന്നെയും കൊന്ന് മോളെയും കൊന്ന് നീ വേണമെങ്കിൽ അവന്റെ കൂടെ പൊയ്ക്കോ. ആത്മഹത്യാന്ന് ഞാൻ എഴുതിത്തരാം. ഞാൻ ശ്രീകുമാറാണ്. ഞാൻ എപ്പോ വിളിച്ചാലും റെഡി ആയിരിക്കണം. ഓക്കെ? ശ്രീയേട്ടാ, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അല്പസമയം തരണം. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്ക്യൂസസ് ഓർ എക്സ്പ്ലനേഷൻസ്. ഞാൻ എങ്ങനെയാണ് എന്നെ ഒന്ന് മനസ്സിലാക്കി തരേണ്ടത്? മനസ്സിലാകത്തോളം മതി. കൂടുതലൊന്നും മനസ്സിലാക്കാതിരിക്കാനും അതേപ്പറ്റി ആലോചിക്കാതിരിക്കാനും ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പ്ലീസ് ശ്രീയേട്ടാ, ഒരു നിമിഷം. ഒരു നിമിഷം? നിമിഷങ്ങളും മണിക്കൂറുകളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടായിരുന്നു നിന്നെ എനിക്ക് മനസ്സിലാക്കി തരാൻ. അന്നൊന്നും നിനക്ക് സമയമുണ്ടായില്ല. ഓ, നീ അഴിഞ്ഞാടിയൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീയേട്ടാ. ഇല്ല, എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. യു ആർ ടു ലേറ്റ്. എന്റെ കഴുത്തിൽ ശ്രീയേട്ടൻ കെട്ടി ഈ താരിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്തു. സ്റ്റോപ്പ് ഇറ്റ്. നീ അതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം. ശ്രീയേട്ടൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. വരട്ടാതെ മോളെ, വരട്ടാതെ. കുറച്ചാൾ മുമ്പായിരുന്നെങ്കിൽ നിന്റെ ഈ പടവെല്ലാം ഞാൻ വിശ്വസിച്ചു പോയനെ. ആത്മഹത്യ ചെയ്യാനുള്ള ആഗ്രഹവും നിനക്കില്ല, അതിനുള്ള ധൈര്യവും നിനക്കില്ലെന്ന് എനിക്കറിയാം. ഉണ്ട്. എന്റെ ശവം കാണുമ്പോഴെങ്കിലും ഏട്ടനത് വിശ്വാസം വരും. ശ്രീയേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷെ അത് കഴിഞ്ഞെങ്കിലും ഏട്ടൻ വിശ്വസിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ശരി, നിനക്ക് മരിക്കാനുള്ളതിലേറെ ബുള്ളറ്റ്സ് ഇതിലുണ്ട്. Come on, do it in front of me. ഇതിനിത്ര കരയാണ്ടിരിക്കുന്നു? ഇതൊക്കെ സാധാരണ വിഷയമല്ലേ? ഓ, വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? അതിനെന്താ, കന്യയാകാൻ ഇപ്പോൾ എന്തെല്ലാം മെഡിസിൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ ആലീസ് വിളിച്ച് പറയാം. അതോ ആത്മഹത്യക്കാണ് പരിപാടിയെങ്കിൽ അതിന്റെ റേറ്റ് പറഞ്ഞാൽ മതി.
ഞാൻ ചെക്ക് തരാം. മുതലാളി മുതലാളി ഞങ്ങൾ പാവങ്ങളാണ് മുതലാളി. ശരീരം വിറ്റ് പണം വാങ്ങി ഞങ്ങൾക്ക് പരിചയമില്ല. അതല്ലേ ചെക്ക് തരാന്ന് പറഞ്ഞത്. ഈ ചതി എന്റെ മോളോട് വേണമായിരുന്നു മുതലാളി. ചതിയോ? പ്രസാദ് ആരുടെയും പ്രസന്റേഷൻ സ്വീകരിക്കാറില്ല. അഥവാ സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം കൊടുത്തിരിക്കും. നിധി കാക്കുന്ന പോലെയാണ് മുതലാളി കള്ളയില്ലാത്ത എന്റെ മോളെ ഞാൻ വളർത്തിയത്. എന്റെ മോളോട് ഇത് വേണമായിരുന്നു മുതലാളി. പലതും കണ്ട് കണ്ണടച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ചിരിക്കരുത്. ഓഹോ, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമായിരിക്കും. മര്യാദയ്ക്ക് മോളെ വിളിച്ചിട്ട് പോകുന്നുണ്ടോ? പോകാൻ തന്നെയാണ് മുതലാളി വന്നത്. പക്ഷേ ഇതിനെ ഞാൻ എന്ത് ചെയ്യണോ അതും കൂടെ പറയും മുതലാളി. അതിനടുത്തോണ്ട് പോകണം. ബാലൻസ് ഒന്നും വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. എടാ എടാ, നിന്റെ തന്ത രാജശേഖരനുണ്ടല്ലോ, അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. പണത്തിന്റെ ഹുങ്കാണടാ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. നിന്റെ പണിക്ക് പുല്ലാണടാ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാതെ ഞാൻ കിടന്നുറങ്ങില്ല. വാമോളെ. പ്രസാദിനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? അതേ മോനെ, 10-20 കൊല്ലം പട്ടിയെ പോലെ അവിടെ ജോലി ചെയ്തവനാണ് ഞാൻ. എന്നോട് ഈ കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത പലതും അവിടെ നടന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടും കാണാത്ത പോലെ നിന്നിട്ടുള്ളവനാണ് ഞാൻ. ഹേമാൻ അറിയാവോ, 5-6 കൊല്ലത്തിന് മുമ്പ് സതീന്ന് പേരുള്ള ഒരു കുട്ടി അവിടെ ജോലി ചെയ്തിരുന്നു. ഈ ദുഷ്ടനാണ് അവളെ ചതിച്ചത്. ഏത് സതി? രവിയുടെ പെങ്ങളോ? അതെ സാറേ, രവി കുഞ്ഞിന്റെ പെങ്ങൾ. അവൾ ആത്മഹത്യ ചെയ്തതല്ലേ? അതെ, ഈ ദുഷ്ടൻ കാണിച്ച ചതി കൊണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ പോലീസ് കമ്മീഷണറെ വെടിവെച്ച് കൊന്നതും ഇവനാണ്. ആ കേസിൽ രവി കുഞ്ഞിനെ ശിക്ഷിച്ച ദിവസം അയാളുടെ ബംഗ്ലാവിൽ ഉത്സവമായിരുന്നു. അന്ന് കുടിച്ച് മത്തനായി അയാൾ അലറി ചിരിച്ചുകൊണ്ട് കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. പക്ഷേ ഇന്നതൊന്നും തെളിയിക്കാൻ പറ്റില്ലേ മാൻ. നോട്ടുകെട്ടുകളുടെ കൂമ്പാരം കൊണ്ട് അയാൾ എല്ലാ സത്യങ്ങളും മൂടിക്കളയും. അതേ അമ്മാനെ, എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അല്ലെങ്കിൽ അവൾക്കും ആ ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. ആട്ടെ, നിങ്ങൾ പോയിക്കോളൂ. ഓ ഞാനും സംസാരിച്ചു നോക്കട്ടെ. ഓ ഈ സിനിമ ഹിയർ. ഹലോ മിസ്റ്റർ ശ്രീകുമാർ, എന്താ പതിവില്ലാതെ? ആ രാമേട്ടൻ സ്റ്റേഷനിൽ വന്നിരുന്നു. ഏത് രാമേട്ടൻ? നിങ്ങളുടെ പഴയ പ്യൂൺ. ഓ, അയാളുടെ മകളെ ഞാൻ കെട്ടണമെന്ന്. അയാൾ എന്റെ കാല് പിടിച്ചിട്ട് അയാളുടെ മോക്കൊരു ജോലി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ അയാൾ പറയുന്നതിൽ സത്യമൊന്നുമില്ല. ഇതൊക്കെ ആരാണ് ശ്രീകുമാർ ശ്രദ്ധിക്കാൻ പോകുന്നത്? സിഗരറ്റ്? നോ താങ്ക്സ്. ആ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ജയിൽ ചാടിയ രവിയെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ലേ? സതി എന്നൊരു പെൺകുട്ടി നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. ആത്മഹത്യ ചെയ്തെന്നോ? ഓ, സതി. അവൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്നറിയാമോ? ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ വല്ല കാരണം വേണോ? ഞാൻ മറന്നുപോയി. കുടിക്കാനത് വേണ്ടത്? ഇനി കൂൾ ഡ്രിങ്ക്സ് ഓർ ഹോട്ട്? താങ്ക്സ്. ഇന്നലെ കളക്ടറേറ്റിന്റെ അവിടെ ലാപ്തി ചാർജ് ഒക്കെ നടന്നെന്ന് കേട്ടല്ലോ. കമ്മീഷണർ രവീന്ദ്രൻ നായർ എങ്ങനെയാണ് മരിച്ചത്? യെസ്, പ്രസാദ് ഹിയർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ നാളെ രാവിലെ പുറപ്പെടുന്നു. ഇവിടെ വരാറില്ല. നമ്മുടെ ശ്രീകുമാറുണ്ട്, DSP. ഓ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. വേറെ ഒന്നുമില്ല. നാളെ കാണാം. എന്റെ ഒരു സ്നേഹിതനാ.
വലിയ കോൺട്രാക്ടറാ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. വെൽക്കം. പക്ഷെ ഇപ്പോഴല്ല. ഞാൻ വരട്ടെ. എന്താ ഇത്ര ധൃതി? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മിസ്റ്റർ പ്രസാദ്. നാളെ എയർപോർട്ടിൽ കാണാം. എയർപോർട്ടിൽ വരുമോ? തീർച്ചയായിട്ടും വരും. വരണമല്ലോ. താങ്ക് യു മിസ്റ്റർ ശ്രീകുമാർ. ഇറ്റ്സ് മൈ പ്ലഷർ. ഓക്കെ. ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ ഇവിടുന്ന് പോണം. നിങ്ങളുടെ സ്വന്തം സഹോദരിക്കാണ് ഈ നിലയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ചാലു, ഒരേ ഒരു ദിവസം കൂടി എനിക്ക് തന്നുകൂടെ? ഇല്ല, ഇനി ഒരു നിമിഷം നിങ്ങളോട് നിൽക്കരുത്. കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. എനിക്ക് എന്റെ കുടുംബവും ഭർത്താവുമാണ് വലുത്. പ്ലീസ് എന്നോട് കരുണ കാണിക്കൂ. നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് മാത്രമാണ് ദുഃഖങ്ങളും മറ്റുമെന്നാണ്. ഞാനൊരു മനുഷ്യനാണ്. ആയിരുന്നു. അതെ, ആയിരുന്നു. ഇന്ന് യാതൊരു വികാരങ്ങളും ഇല്ലാത്തൊരു ക്രൂരനാണ് ഞാനെന്ന് പറഞ്ഞാലും ഞാനത് നിഷേധിക്കില്ല. ഞാൻ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചല്ല, എന്നെ അങ്ങനെ ആക്കിയതാണ്. അതിന് ഞാൻ എന്ത് പിഴച്ചു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എന്ത് ശരിയെന്ന് വിചാരിക്കുന്നോ അത് മാത്രമേ എനിക്ക് ശരിയുള്ളൂ. വർഷങ്ങൾ ഞാൻ കമ്പിയഴിക്കുള്ളിൽ കഴിച്ചുകൂട്ടിയപ്പോൾ എന്നെ ഓർത്തൊന്ന് സഹതപിക്കാൻ പോലും ആരും ഈ ലോകത്തുണ്ടായിരുന്നില്ല. ആ അഴി തകർത്ത് ഞാൻ പുറത്തേക്ക് പോന്നത് എന്റെ നെഞ്ചിലെ പകയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിന്റെ മുന്നിൽ നീയും നിന്റെ ഭർത്താവും നിന്റെ കുഞ്ഞും എനിക്കൊന്നുമല്ല. I hate everyone in this world. Now get out and get lost.